അതായത് പിണറായിക്ക് എങ്ങനെയാ സുധാകരന് മുമ്പിൽ പോകാൻ പിണറായിക്ക് എന്താ ഒരു കൊമ്പുണ്ടോ? പിണറായി ഒരു MLA അല്ലേ? ഇതിനു മുമ്പ് അങ്ങനെ MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലേ? ഇവിടെ 1977 അദ്ദേഹം MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതിനെന്താ കുഴപ്പം? ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലേ? പ്രോട്ടം സ്പീക്കറിന് മുമ്പിൽ ചെയ്തിട്ടില്ലേ? അപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷത്ത് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല പിണറായി, അത് വേണമെങ്കിൽ വാദത്തിന് പറയാം. പക്ഷേ ഇപ്പം നാളെ ഇതിന് പകരം ശക്തൻ നാടാരാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ഈ ചോദ്യം വരുമോ? വരില്ലല്ലോ. അപ്പോൾ ചോദ്യം ജി സുധാകരൻ ഇരിക്കുന്നതുകൊണ്ടാണ്. എന്താണ് ജി സുധാകരൻ്റെ പ്രത്യേകത? ജി സുധാകരൻ CPMൻ്റെ കൂടെ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ നിന്ന ആളാണ്. ജി സുധാകരനും ഗോവിന്ദനും TK ഗോവിന്ദനും അതുപോലെ കുഞ്ഞികൃഷ്ണനും, ഇവർ 3 പേരും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് മാറുന്നത്. അവർ മാറി വേറെ MLA വേറെ പക്ഷത്ത് മത്സരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ നമ്മളൊക്കെ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വിട പറയുക എന്നുള്ളത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വ്യക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ടാണ്, വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സുധാകരൻ പുറത്തു വരുന്നത്. സുധാകരൻ എക്സെപ്ഷൻ കൊടുത്തില്ല. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എക്സെപ്ഷൻ കൊടുത്തത് എന്ന ചോദ്യം വളരെ ലളിതമാണ്. ഏതാൾക്കും മനസ്സിലാവുന്ന ഒരു ചോദ്യമാണ്. എന്താ സുധാകരൻ മോശപ്പെട്ട നേതാവാണ്, അദ്ദേഹത്തിന് ജനപിന്തുണയില്ലേ, അദ്ദേഹം അഴിമതിക്കാരനല്ലല്ലോ. അപ്പോൾ അഴിമതിക്കാരനല്ലാത്തതുകൊണ്ട് നിങ്ങളെ പുറത്താക്കി എന്നുള്ള മാതിരിയാണ് ഇപ്പോൾ ഏതാണ്ട് വന്നത്. അഴിമതിക്കാർക്കേ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഫണ്ട് വെട്ടിക്കുന്നവർക്കേ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ അത് ആ ഒരു പ്രശ്നം വന്നതോടുകൂടി ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധിയായി. മാത്രമല്ല, പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഉടനെ അവനെ കുലം കുത്തി, ചെറ്റ, അല്ലെങ്കിൽ ഗോത്രം എന്താ പറയുക പുറന്തള്ളിയവൻ, വർഗവൈരവഞ്ചകൻ, ഭരനാറി വരെയുള്ള എല്ലാ കാര്യവും പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഇത് കേവലമായൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് BJPയിലേക്ക് പോയവരെ കുറിച്ച് ഇവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അൽഫോൺസ് കണ്ണന്താനം MLA ആയിരിക്കുമ്പോഴാണ്, ഇടതുപക്ഷ MLA ആയിരിക്കുമ്പോഴാണ് പോയത്. ഇവരിപ്പോഴും ചീത്ത പറയുന്നത് UDFയിലേക്ക് പോയവരെയാണ്. S രാജേന്ദ്രനെ കുറിച്ച് ഇവർക്കൊരു പരാതിയില്ലല്ലോ. BJPയിലേക്ക് പോയപ്പോൾ മുകുന്ദനെ കുറിച്ച് പരാതിയില്ലല്ലോ, അജിത്തിനെ കുറിച്ച് പരാതി. അവരൊക്കെ BJPയിലേക്ക് നേരെ പോയി മത്സരിച്ചവരാ. സിറ്റിംഗ് MLA BJPയിൽ പോയി മത്സരിച്ചു നാട്ടികയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രതിസന്ധി.